ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. ചേട്ടാ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതാണ് ഗൈസ് നോക്കൂ, അങ്ങനെ ഫൈനലി ഞങ്ങൾ കഴിഞ്ഞ ദിവസം വിസ സബ്മിഷന് പോയ അതേ എംബസി പോവുകയാണ്. അതായത് നമ്മുടെ പാസ്പോർട്ടും ചൈനീസ് വിസയും മേടിക്കാൻ വേണ്ടി. ഗൈസ് നോക്കൂ, തേങ്ങാക്കോല പോടാ. ഗൈസ് നോക്കൂ, അതായത് നമ്മൾ അങ്ങനെ നേരെ ഇപ്പം വിസയും കാര്യങ്ങളും മേടിക്കാൻ വേണ്ടി പോവാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ കിടന്ന അതേ ക്യാമ്പർ 1 സൈറ്റിലാണ് ഞങ്ങളിപ്പോൾ കിടക്കുന്നത്. അതായത് ഇവിടെ നമ്മുടെ ടി നെപ്പോളിയൻ ഉണ്ട്. ഈ ഒരു ഏരിയയിലാട്ടോ ഞങ്ങൾ കിടന്നത്. അതായത് ഈ കാണുന്ന ഇതിന്റെ യഥാർത്ഥ ഓണർ വന്നു നിസാനും കൊണ്ട് അപ്പാപ്പന്റെ കസാരയൊക്കെ ആയിട്ട് ഞങ്ങൾ ഉപയോഗിച്ചോണ്ടിരുന്നത്. എന്റെ അപ്പാപ്പന്റെ അപ്പം കഴിഞ്ഞ 3 ദിവസം ഞങ്ങൾ റിക്വസ്റ്റ് ചെയ്യുന്നു, ഒന്ന് മാറ്റി തരുന്നു. 3-ാമത്തെ ദിവസം ഞങ്ങൾ മാറ്റി വിട്ടിട്ടു. ഗൈസ് നോക്കൂ, ഇന്ന് ഫൈനലി നമ്മൾ നേരെ എംബസിയിലേക്ക് പോവാണ്. എംബസി അല്ല, ഏജന്റ് അടുത്ത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഞങ്ങൾ കുക്ക് ചെയ്തും ഞങ്ങളുടെ പാത്രങ്ങളും അതുപോലെ സംഭവങ്ങളും കാര്യങ്ങളൊക്കെയാണ്. ഇന്ന് ഞങ്ങൾ ഗൈസ് ഇവിടെ എയർപോർട്ട് ആയതുകൊണ്ട് ഭയങ്കര സൗണ്ട് ആയിരിക്കും കേട്ടോ. വലുത് വന്നു ജീവിക്കാൻ പാടാ കേട്ടോ, ഫ്ലൈറ്റ് കാണുന്നുണ്ട് അല്ലേ. ഗൈസ് നോക്കുക, അതായത് കഴിഞ്ഞ ദിവസം ഞങ്ങൾ കുക്ക് ചെയ്യുന്ന സംഭവമൊക്കെ ഇവിടെയാണ്. ഇന്നിത് രാത്രി വന്നിട്ട് ഇതെല്ലാം വണ്ടിയൊക്കെ കയറ്റും. അതായത് കുറേ പേര് വീഡിയോ ഗൈസ് നോക്കൂ, കുറേ പേര് വീഡിയോയുടെ അടി കമൻറ്റ് ചെയ്യുന്നുണ്ട്. അതായത് എന്തിനാ മോനെ 2 ലക്ഷം രൂപ ചൈനീസ് വിസയ്ക്ക് എന്നുള്ളത്. അതായത് നമ്മുടെ വണ്ടി നമ്മൾ ഓടിച്ചുകൊണ്ട് ചൈന വഴിയാണ് യൂറോപ്പിന് പോകുന്നത്. അതായത് ഓവർലാൻഡ് ചെയ്ത്, അതായത് വാൻ ലൈഫ് നമ്മൾ ചൈന കയറുമ്പോൾ നമുക്കൊരു ഗൈഡ് വേണം. അത് ടിബറ്റിന് ഒരു ഗൈഡ്, ചൈനയ്ക്ക് മറ്റൊരു ഗൈഡ്, അങ്ങനെ 2 ഗൈഡാണ്. അതായത് നമ്മൾ ഫ്ലൈറ്റ് വഴി വന്നിറങ്ങുവാണെങ്കിൽ ഇതിൻ്റെ ഒരു ആവശ്യമില്ല. അതായത് നമ്മൾ ഇന്ത്യയിൽ നിന്ന് ഷാങ്കായിയോ അല്ലെങ്കിൽ ബീജിങ്ങോ എവിടെ വേണമെങ്കിലും നമുക്ക് ഫ്ലൈറ്റ് വഴി വന്ന് ഇറങ്ങുവാണെങ്കിൽ ഇതിൻ്റെ ആവശ്യമില്ല. അതായത് നമ്മൾ ഇന്ന് ചെയ്യാം. അതായത് നമ്മൾ ഇന്ന് പിന്നെ ഇവിടെ, അതായത് നമ്മൾ ഈ കാണുന്ന ഏജൻറ്റിൻ്റെ അടുത്ത് പോകുന്നത് നമ്മുടെ വിസയും പാസ്പോർട്ടും കളക്ട് ചെയ്യാൻ വേണ്ടിയാണ്. ആ ഒരു വിസ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രൂപ്പ് വിസയാണ്. ആ ഗ്രൂപ്പ് വിസ മേടിക്കാനാണ് നമ്മൾ 5 പേരുണ്ട്. നമ്മൾ സിംഗിളായിട്ട് പോവുകയാണെങ്കിൽ 5 ലക്ഷം രൂപയാണ് നമ്മുടെ വണ്ടി കയറാൻ വേണ്ടി ഗൈഡിനും അവരുടെ പാക്കേജിനും കൊടുക്കേണ്ടത്. പ്ലസ് അതായത് അർജൻറ്റ് ചൈനീസ് വിസയ്ക്ക് $150. പക്ഷേ നമ്മൾ ഗ്രൂപ്പായിട്ട് 5 പേരിലുണ്ട്, നമുക്ക് 2,20,000 രൂപ ആകുന്നുള്ളൂ. പ്ലസ് 150 വിസയ്ക്ക് വേറെ, ഗൈഡിന് വേറെ, മറ്റ് സംഭവങ്ങൾക്ക് ഓരോന്നിനും വേറെ ആട്ടോ. നമുക്ക് കിട്ടുന്നത് ടിബറ്റ് പ്ലസ് ചൈനീസ് ആണ്. അതായത് ടിബറ്റ് കയറി ചൈന കയറുന്ന വിസയാണ് നമുക്ക് കിട്ടുന്നത്. ഏതാണ്ട് 21 ദിവസത്തെയോ 28 ദിവസത്തെ അങ്ങനെ വിസയാണ്. അതിൽ 18 ദിവസം മുതൽ 21 ദിവസം വരെയാണ് നമ്മൾ ചൈനയുള്ളത്. അതിന് ശേഷം നമ്മൾ എങ്ങോട്ടാണ്, അതായത് കസാക്കിസ്ഥാനാണ് എക്സിറ്റ് ചെയ്യുന്നത്. അപ്പോൾ കുറേ പേരുടെ കമൻറ്റ് ഉണ്ട്. അതുകൊണ്ടാണ് ഒരു വിസ്തീർണം തന്നത്. അതായത് നിങ്ങൾക്ക് ഇങ്ങനൊരു യാത്ര ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നെറ്റിൽ അടിച്ചു കഴിഞ്ഞാൽ ഏജൻറ്റുമാരെ കിട്ടും. അപ്പോൾ ആ ഏജൻറ്റുമാർ മുഖേന നിങ്ങൾക്ക് ചെയ്യാം. ഇല്ലെങ്കിൽ ഞങ്ങൾ കസാക്കിസ്ഥാൻ കഴിഞ്ഞ് ഈ ഒരു ഗ്രൂപ്പിൻ്റെ ഈ ഒരു ഏജൻറ്റിൻ്റെ റിവ്യൂവും കാര്യങ്ങളും ഇടുന്നതായിരിക്കും. അപ്പം ഞാൻ ലിങ്കും കാര്യങ്ങളൊക്കെ മൊത്തം ഡീറ്റെയിൽ ആയിട്ട് പറയാം. അപ്പം നിങ്ങൾക്ക് ആ വഴിയും ചെയ്യാവുന്നതാണ്. 4 മണിക്കാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അതായത് കാഠ്മണ്ഡുവിലെ അവരുടെ ഓഫീസിലേക്ക് നമ്മുടെ വിസയും അതുപോലെ തന്നെ പാസ്പോർട്ടും കളക്ട് ചെയ്യാൻ വേണ്ടി ചെല്ലാൻ പറഞ്ഞത്. ഇപ്പോഴും എന്താണ് എങ്ങനെയാണെന്നൊന്നും അറിയത്തില്ല. അവിടെ ചെല്ലുമ്പോൾ അറിയത്തുള്ളൂ. ആകെ ഒരു എക്സൈറ്റ്മെൻറ്റും ക്യൂരിയോസിറ്റിയാണ്. വേറെ ഒരു രാജ്യത്ത് പോയപ്പോഴും ഇങ്ങനൊരു ഇതുണ്ടായിട്ടില്ല. ഈ ഒരു രാജ്യത്ത് കയറാനൊരു പ്രത്യേക ഒരു ഇതാട്ടോ. കാരണം എന്താ നടക്കുന്നത് എങ്ങനെയാണെന്നൊന്നും നമുക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല, അല്ലേ ലിബിനെ? വളരെയധികം കാര്യമാണ്. എന്നെ സംബന്ധിച്ച് ഇവരുടെ വിസ എന്ന് വെച്ചിട്ടുണ്ട് ചൈനയുടെ, അത് അവർ ഫുള്ള് ടെസ്റ്റ് ചെയ്യും. നമ്മൾ ഏതൊക്കെ രാജ്യത്ത് പോയി എങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലായിരുന്നു. അതേ ദിവസങ്ങളിൽ ഞങ്ങൾ ഈ കാണുന്ന ഇവിടെ ഇട്ട് ഞങ്ങളുടെ വണ്ടി പണിതായിരുന്നു. പിന്നെ അതിനുശേഷം ഞങ്ങൾ ഫോഴ്സിന്റെ ഇവിടുത്തെ കമ്പനി സർവീസ് സെന്റർ ചെന്നു. കിട്ടില്ല സർവീസ്, ഇങ്ങനത്തെ സർവീസ് കണ്ടിട്ടില്ല. കിട്ടില്ല സർവീസും വളരെ പൈസ കുറവായിരുന്നു. വണ്ടിയുടെ കുറേ സസ്പെൻഷനിൽ ലൂസ് ഉണ്ടായിരുന്നു, അതൊക്കെ ടൈറ്റ് ചെയ്തു. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ആ ഒരു കംപ്രസർ, അതായത് നമ്മുടെ ഡൈനാമോ മറ്റേ ആൾട്ടർനേറ്റീവ് മാറ്റിപ്പോൾ അവനൊരു ബുഷ് ഇടാൻ പറഞ്ഞിട്ട് ഓയിൽ ലീക്കായി പോയിരുന്നു, എഞ്ചിൻ ഓയിൽ. എന്നിട്ട് അവരതിട്ടു, എഞ്ചിൻ ഓയിൽ നിറച്ചു. അങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്തിരുന്നു. നല്ലൊരു കിട്ടില്ല വർക്ക്ഷോപ്പായിരുന്നു ഇവിടെ കാഠ്മണ്ഡു തന്നെ. ഞങ്ങൾ പല സ്ഥലത്തും പോയിട്ട് നമ്മൾ അവിടുന്ന് ആറ്റി ഓടിക്കുക അല്ലാതെ പണിത് തന്നിട്ടില്ല. പക്ഷേ ഇത് അടിപൊളിയായിരുന്നു കേട്ടോ. ഇന്നലെ വന്ന ഒരു ഗ്രൂപ്പാണ്. അതായത് ഫ്രാൻസുകാരാണ് ഇവർ 2 പേരും. ഇത് റാം4ഉം പിന്നെ ഇത് ഫിയറ്റിൻ്റെ ക്യാമ്പറുമാണ്. അപ്പോൾ ഇവരും ടിബറ്റ് ചൈനീസ് വിസയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണം. ഇവർ 1 മാസം ഇനി ഇവിടെ കിടക്കണം. എന്നിട്ട് ഇവർ ഇന്തോനേഷ്യയാണ് ഇവരുടെ ഫൈനൽ ഡെസ്റ്റിനേഷൻ. അങ്ങനെയാണ്. ഇതാണ് നമ്മുടെ ഒരാൾ. പിന്നെ ഒരാൾ ഇവിടെ ഏകദേശം ഞങ്ങൾ ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ ടാക്സി വിളിച്ചാണ് പോവാട്ടോ. ഡോഗ് അടിപൊളിയാട്ടോ. അതായത് ഭയങ്കര ആൻസറിനുള്ള നല്ല കിഡിലിനൊരു പട്ടിയാണ്. കിഡിലിനാട്ടോ. ഇവന് കടിക്കും. വാ ഗൈസ് നോക്ക്, ഇവരും ഇന്ത്യൻ വിസയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നതാണ്. ഈ കാണുന്ന നമ്മുടെ കൂട്ടത്തിൽ വരുന്നതാണ്. പിന്നെ ഇവരും നമ്മുടെ കൂട്ടത്തിൽ 2 പേരും കൂടി ഉണ്ട്. മാർട്ടിൻ ഓൾറെഡി ഇവിടുന്ന് പോയി കേട്ടോടാ. ഇതല്ലേ മാർട്ടിൻ ഓൾറെഡി ഗോയിങ്. അവനെ ലോക്ക് ചെയ്തു. ലോക്ക്
ലോക്ക് ഡോഗ് ലോക്ക് ഹായ് ആ ഗൈസ് അതിനെ ലോക്ക് ചെയ്ത് കേട്ടോ ഭയങ്കര അനുസരണമുള്ള കിഡിലും പട്ടി കേട്ടോ നന്നായിട്ട് ഫുട്ബോൾ കളിക്കും ഗോളി നിൽക്കും ഇവര് ബെൽജിയംകാരാണ് ഇവർ ഇന്ത്യൻ വിസയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ് നമ്മുടെ കൂട്ടത്തിലുള്ളവരെ നമുക്ക് നോക്കാം കാരണം ഇവരുടെ കൂട്ടത്തിലാണ് നമുക്ക് ടാക്സിക്ക് പോകേണ്ടത് അപ്പം നേരെ നമ്മൾ ഏജന്റിന്റെ അടുത്തോട്ട് പോകാം കേട്ടോ ഈ കാണുന്ന പുള്ളി ഒറീസക്കാരനാണ് കേട്ടോ പുള്ളി നമ്മുടെ കൂട്ടത്തിൽ നമ്മുടെ കൂട്ടത്തിൽ പുള്ളി UK വരെയുണ്ട് പുള്ളി ഓൾറെഡി 2018 മ്യാൻമർ വഴി സിംഗപ്പൂർ പോയതാണ് ഇവരും ഓൾറെഡി പോയതാണ് ഇവരൊക്കെ സെയിം ഒരേ ഗ്രൂപ്പ് പോയത് പുള്ളി മഹാരാഷ്ട്രയാണ് പുള്ളിക്കാരുടെ വൈഫാണത് അപ്പോൾ എല്ലാവരും വഴിയെ നമുക്ക് പരിചയപ്പെടാം ഗൈസ് പുള്ളിനെ യൂട്യൂബിൻ്റെ ബാലപാഠങ്ങൾ പഠിപ്പിച്ച് അതിൻ്റെ അന്തരങ്ങളിൽ ഇറക്കി ഞാൻ ഇട്ടേക്കോട്ടെ പുള്ളി ഇപ്പം വേറൊരു ലോകത്താണ് ഐ എം ടെല്ലിങ് ഈ സം എഡിറ്റിംഗ് ആൻഡ് യൂട്യൂബ് ഗൈസ് നോക്കൂ 1000 സബ്സ്ക്രൈബേഴ്സ് 1K സബ്സ്ക്രൈബേഴ്സ് ഇനി 1K सब्सक्राइब आपको मिलेगा क्या मेरे को क्या दिएगा तुमको क्या चाहिए बोलो तुमको जो चाहिए वो देगा ഗൈസ് നോക്കൂ പുള്ളി ഒരു ലോഡ് സാധനം ഗോപ്രോ ഇൻസ്റ്റ മാങ്ങ തേങ്ങ तुम मेरा मास्टर हो मास्टर तुम जो मांगेगा तुमको मैं देगा ആവോ കണ്ടോ ഇങ്ങനെയൊക്കെയാണ് ആൾക്കാരെ വീഴ്ത്തുന്നത് വരട്ടെ വാ ഗൈസ് നോക്കൂ ഇവിടെ ഉണ്ടല്ലോ ഇതാ അഡ്രസ് ടു യൂസ് വെൻ അപ്ലൈ ടു ഇന്ത്യൻ വിസ ഇന്ത്യനും ചൈനീസും ആയിട്ട് ഏറ്റവും ഇവിടെ ഫ്രീ വിസ അതുപോലെ സംഭവങ്ങളുണ്ടോ ബൈക്കേഴ്സിന് ഇവിടെ കിടക്കാനുള്ള സംവിധാനങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇതാണ് പുള്ളിക്കാരൻ്റെ ബൈക്ക് കേട്ടോ പുള്ളി ഒഡീഷക്കാരനാണ് ഒറീസ ഈ കാണുന്ന BMW പിന്നെ അതേപോലെ തന്നെ ഒരു ഇതുമുണ്ട് പുള്ളിക്ക് അതായത് ഒരു പിന്നെ നമ്മുടെ ഹാർലി ഡേവിഡ്സന്റെ ഫാറ്റ് ബോയ് അപ്പോൾ ഈ പ്രാവശ്യം പുള്ളി ഇതിനാണ് പോകുന്നത് കഴിഞ്ഞ പെഹലെ ഫാറ്റ് ബോയ് മേന पहले फैट बॉय था मेरा ഗൈസ് നോക്കൂ हार्ली डेविडसन फैट बॉय वो सिंगापुर मैं गया इंडिया नेपाल भूटान म्यांमार थाईलैंड मलेशिया सिंगापुर अच्छा अभी इसमें ये मेरा नया बाइक है 3 साल का 3 महीने का लिया हुआ है 3 महीने का बाइक है तो इसमें मैं जा रहा हूँ उड़ीसा टू UK ये आदमी के लिए 4 व्हीलर इंटरेस्ट नहीं है दो व्हील है ना only throttle no accelerator only throttle ഗൈസ് നോക്കൂ പുള്ളി ഒരു നല്ലൊരു മനുഷ്യനാണ് പുള്ളിക്ക് അവിടെ ബാറും അതുപോലെ അങ്ങനത്തെ ബിസിനസ് ഒക്കെ ഉള്ളൊരു മനുഷ്യനാട്ടോ അപ്പം പുള്ളിക്കാരൻ്റെ ബൈക്കായി കാണുന്നത് ഇതൊക്കെ നമുക്ക് എന്നാ പറയുക ഞാനൊക്കെ ആദ്യമായിട്ടാണ് ഈ കാണുന്ന BMW ബൈക്ക് നേരിട്ട് ടച്ച് ചെയ്യുന്നത് അതിവിടെ ഡിസ്പ്ലേയും ഇത് പുഷാട്ടൊക്കെ കേട്ടോ ഇതിങ്ങനെ പുഷാട്ടോ ഗൈസ് നോക്കൂ ഇത് പുഷാട്ടാണ് പിന്നെ ഈ കാണുന്ന ഒരു ലൈറ്റ് ഇല്ലേ ഈ കാണുന്ന ഞാൻ 5000 രൂപ വെച്ചേ ഇത് 2 എണ്ണത്തിന് 1.5 ലക്ഷം രൂപയാണ് പിന്നെ അതുപോലെ തന്നെ 50 സെറ്റപ്പ് വണ്ടിയാ ഇത് കമ്പനി ലൈറ്റ് ആണ് ഇവിടെ ഇത് കമ്പനി ലൈറ്റ് ഇതൊക്കെ എക്സ്ട്രാ ഇതൊക്കെ 1.5 ലക്ഷം രൂപ വിലയുണ്ടെന്നാണ് ലൈറ്റിന് ഗൈസ് നോക്കൂ അതാ ഫുള്ളി സ്റ്റാർട്ട് ഇത് കീലെസ് ആട്ടോ കീലെസ് ഇതുണ്ടോ ഈ കാണുന്നതാണ് ഇതിന്റെ കീ കേട്ടോ ഇതിൻ്റെ അകത്ത് എന്തൊക്കെയോ ഉണ്ട് ഇതുണ്ടോ ഒറ്റ പ്രസ് പരിപാടി കഴിഞ്ഞു വണ്ടി സ്റ്റാർട്ട് ആയിട്ടോ GS ഞാനാ BMW GS है ना बाइक गाइस നോക്കൂ GSA ഏതാണ്ട് 24 लाख है ना हाउ मच 20 ये कंप्लीट विद एक्सेसरीज 35 lakhs 35 एक लाइट का ना 1 लाख है ना 1 लाख ലൈറ്റ് का 1 लाख ഇതിനൊക്കെ ബമ്പം പൈസ കേട്ടോ ഇതിനകത്ത് ടെന്റ് പിന്നെ ടയർ അതുപോലെ പുള്ളിയുടെ സംഭവങ്ങളൊക്കെ BMW का ओरिजिनल ഒറിജിനൽ ഗൈസ് നോക്ക് പുള്ളിക്ക് മേടിക്കാട്ടോ കാരണം പുള്ളി അത്ര സെറ്റപ്പ് ഉള്ള മനുഷ്യനാണ് ഇത് പിന്നെ പുള്ളിയുടെ ഫ്ലാഗ് അതുപോലുള്ള സംഭവങ്ങളൊക്കെ പുള്ളി കസാക്കിസ്ഥാൻ എന്നാണ് കസാക്കിസ്ഥാൻ ഏതാ എക്സിറ്റ് കസാക്കിസ്ഥാൻ ദെൻ റഷ്യ ജോർജിയ സെയിം turkey Europe but only 3 months only 3.5 അമേരിക്കൻ പുള്ളി കേട്ടോ ഇവരുടെയാണ് ഈ അമേരിക്കൻ പുള്ളി दो സൈലൻസർ ആണ് 2 സൈലൻസർ കേട്ടോ ഇത് പമ്പ സെറ്റപ്പ് വണ്ടിയാണ് ഇതിനെക്കുറിച്ച് എനിക്ക് കൂടുതൽ പറയാൻ ടൂറിംഗ് ബൈക്കാണ് ടൂറിംഗ് ഓഫ് റോഡിംഗ് 200-250 കിലോമീറ്റർ സ്പീഡിൽ പോകും ഈ വണ്ടിയാ ഹൗ മച്ച് കിലോമീറ്റർ സ്പീഡ് മാക്സിമം 200 മാക്സിമം പോകുന്നത് ഞാൻ ഇതിനെക്കുറിച്ച് ഞാൻ പഠിച്ചിട്ടുണ്ട് കേട്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ട് ഇവിടുന്ന് തന്നെ അല്ലേ ഗൈസ് നോക്കൂ പിന്നെ അതേപോലെ തന്നെ ഈ കാണുന്നത് നമ്മുടെ അടുത്ത മഹാരാഷ്ട്രക്കാരനാണ് നമ്മുടെ കൂട്ടത്തിൽ വരുന്നത് പുള്ളി ഓൾറെഡി സെയിം പുള്ളിയുടെ കൂട്ടത്തിൽ
കഴിഞ്ഞ പ്രാവശ്യം പോയതാണ്. ഇപ്പോഴാണ് ഈ മ്യാൻമറൊക്കെ അടച്ചിട്ട് നമുക്ക് എന്താ പറയുക പോകാൻ പറ്റാത്തത്. ഇത് പിന്നെ ഇതാണ് പുള്ളി അന്ന് പോയത് സഫാരി സ്ട്രോമിലാണ്. ഇപ്പം പോകുന്നത് ഈ കാണുന്ന നമ്മുടെ ഫോർച്യൂണിലാണ്. ഇത് കണ്ടോ ഇന്ത്യയുടെ ഫ്ലാഗും അതുപോലെ സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ഇവിടെ ഒട്ടിച്ചിട്ടുണ്ട്. ഒരു പ്രത്യേകതയുണ്ട്. എന്നാടാ ഇന്ത്യയിൽ നിന്ന് ആദ്യത്തെ പോകുന്ന ഒരു ക്യാമ്പർവാനാണ് നമ്മുടെ അല്ലേ അല്ലേ അതിന് നമുക്ക് ഇച്ചിരി പേപ്പർ വർക്ക് കൂടുതലുണ്ടായിരുന്നു അല്ലേ. ഗൈസ് നോക്കൂ, നമ്മുടെ ഇന്ത്യയിൽ നിന്ന് ആദ്യമായിട്ടാണ് ഒരു ക്യാമ്പർ വാൻ ചൈന വഴി യൂറോപ്പിന് പോകുന്നത്. അത് നമ്മുടെ വണ്ടിയാണ്. എസ്പെഷ്യലി കേരളയിൽ നിന്ന് ഇതാണ് അവർ കിടന്ന സെറ്റപ്പ് കേട്ടോ. ഇത് ഫോറിനേഴ്സാണ്, അവരിപ്പം കിടക്കുക കേട്ടോ. ഗൈസ് അവിടെ കടിക്കുക ശ്രദ്ധിക്കണേ, കടിക്കും. അവിടെ കടിച്ചാൽ പിന്നെ നല്ല രസം ഇഞ്ചക്ഷൻ മേടിക്കേണ്ടി വരും കേട്ടോ. ആണോ ഗൈസ്? ഭയങ്കര ട്രെയിൻഡ് ആയിട്ടുള്ള ഡോഗ് കേട്ടോ. കാരണം അവനെ ബോളൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ എല്ലാ സെറ്റപ്പും ചെയ്താനെ. ഗൈസ് ഇതൊരു കിടിലൻ ക്യാമ്പറാണ്. ഇവർ രണ്ടുപേരും അടിപൊളി മനുഷ്യരാട്ടോ. ഞങ്ങൾക്ക് ആ വണ്ടിയൊക്കെ ഇന്നലെ കാണിച്ചു തന്നായിരുന്നു. ഇവർ രണ്ടുപേരും, അത് പുള്ളി ഫ്രാൻസിലെ ടീച്ചറാട്ടോ, പുള്ളി ടീച്ചിങ് ആണ് അവിടെ. രണ്ടും അടിപൊളിയാണ്. ആ വണ്ടിയും കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് ഇന്നലെ കാണിച്ചു കാണുന്നില്ല. ചേച്ചിമാർ മാത്രമേ ഉള്ളൂ. ആണോ? ചേട്ടന്മാരുണ്ട്, നമ്മൾ അടിപൊളിയായനെ അല്ലേ. ഗൈസ് നോക്കൂ, എന്തായാലും നമുക്ക് കുറച്ചു നേരം വെയിറ്റ് ചെയ്യാം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 4 മണിക്കാണ് 4:30 അവിടെ എത്താൻ പറഞ്ഞത്. 4 മണിക്കൊക്കെ ടാക്സി വിളിച്ചൊക്കെ ഇവിടുന്ന് പോകുന്നുണ്ട്. നമ്മൾ വണ്ടി എടുക്കുന്നില്ല, അവിടെ പാർക്ക് ചെയ്യലൊക്കെ ഭയങ്കര പാടാന്നേ. അതുകൊണ്ട് ഞങ്ങൾ പിന്നെ ഇവിടുന്ന് ടാക്സിക്ക് പോകുന്നതാണ് ഏറ്റവും നല്ലത്. എന്നിട്ട് എങ്ങനെ നോക്കട്ടെ കേട്ടോ, അവിടെ ചെല്ലുമ്പോൾ ബാക്കി കാര്യങ്ങളും സംഭവങ്ങളൊക്കെ അറിയാൻ പറ്റും. ചെല്ലേക്കാ ഗൈസ് ഫൈനലി ഏജൻറ്റിനെ വിളിച്ചു, നേരെ ചെല്ലാൻ പറഞ്ഞു. എന്തോരം ദൈവങ്ങളെ വിളിച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ടെന്നറിയോ വിസയ്ക്ക് വേണ്ടി. എന്തായാലും അവിടെ ചെല്ലുമ്പോൾ അറിയാം എല്ലാ കാര്യങ്ങളും. ഇപ്പോഴും ഒരു ക്യൂരിയോസിറ്റി കേട്ടോ വിസയുടെ കാര്യത്തിൽ. കാരണം ഇന്ത്യൻ വിസ കിട്ടാനും അതേപോലെ തന്നെ ചൈനീസ് വിസ ഇച്ചിരി പാടാണ്. ചില കൺട്രികളിൽ ലോങ് സ്റ്റേ ആണെങ്കിൽ ചൈനീസ് വിസ കിട്ടത്തില്ല കേട്ടോ. അതൊരു യാഥാർത്ഥ്യമാണ്. ഇവിടെ എത്ര പേർക്ക് റിജക്റ്റ് ആയിട്ടുണ്ടെന്നറിയാമോ? എത്ര പേർക്ക്, പ്രത്യേകിച്ച് ഈ ഭാഗങ്ങളിൽ കിടന്ന കുറേ ആൾക്കാർക്ക് ഈ വിസ റിജക്റ്റ് ആയിട്ടുണ്ട്. ഓൾറെഡി മാർട്ടിനുണ്ടായിരുന്നു അവിടെ, ജർമ്മൻ ഗൈ, ഒരു ചെറിയ വണ്ടി ഉണ്ടായിരുന്നില്ലേ, അവർ ഓൾറെഡി ഇവിടുന്ന് മൂവായി. അവർക്ക് ഇത്രയും കിലോമീറ്റർ നാളെ ഓടിക്കുന്ന ഇച്ചിരി പ്രോബ്ലം ആണെന്ന് പറഞ്ഞാൽ അവർ മൂവായി. അവർ പകുതി കൊണ്ടിടാന്ന് പറഞ്ഞു. ഇപ്പോൾ എല്ലാവരും നമുക്ക് അവിടെ വെച്ച് കാണാം കേട്ടോ, വിസ ഓഫീസിൽ വെച്ച് കാണാം. ചലേക്കാ ഗൈസ് ആപ്കാ ഗ്രൂപ്പ് മേ ബഡാ ആദ്മി ഗൈസ് നമുക്ക് പുള്ളിയും പുള്ളിക്കാരുടെ വൈഫും ഉണ്ട്. അതായത് ഇന്നത്തെ പ്ലാൻ എങ്ങനെയാണെന്നറിയോ, എല്ലാവരും കൂടി ഏതാണ്ട് ബോർഡറിൻ്റെ പകുതി ഓടിച്ചിടാന്നുള്ളതൊക്കെ ആയിരുന്നു പ്ലാന്. പക്ഷേ ഞങ്ങളെല്ലാവരും കൂടെ ലാസ്റ്റ് ഇവിടെ എല്ലാം ഗ്രൂപ്പായിട്ടാണ് തീരുമാനങ്ങൾ എടുക്കുന്നത്. അപ്പോൾ ഞങ്ങളെല്ലാം തീരുമാനിച്ചത് നാളെ രാവിലെ 5 മണിക്ക് പോവാം, എന്നിട്ട് ബാക്കി കാര്യങ്ങൾ ചെയ്യാമെന്നുള്ളതാണ്. ഗൈസ് ടിബറ്റ് നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ല, കുറേ ഇതുണ്ട്. അതായത് ടിബറ്റിൽ ഇതുവരെ ഞങ്ങൾ അന്വേഷിച്ചപ്പം ഞങ്ങളുടെ ഏജൻറ്റും എല്ലാവരും പറഞ്ഞത് ടിബറ്റിൽ നമുക്ക് ക്യാമ്പറിൽ കിടക്കാൻ പറ്റില്ല, ഗവൺമെൻറ് ഓതറൈസ്ഡ് ആയിട്ടുള്ള ഒരു പിന്നെ ഹോട്ടലിലേ കിടക്കാൻ പറ്റുള്ളൂ. അങ്ങനെ കുറേ നിബന്ധനകളുണ്ട്. ടിബറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ വിഷയമില്ല. പിന്നെ ചൈനയിൽ എസ്പെഷ്യലി പോലീസിൻ്റെ വീഡിയോ, പിന്നെ അതിൽ ഗവൺമെൻറ് ഓഫീസുകളുടെ വീഡിയോ, കസ്റ്റംസ് അങ്ങനെയുള്ളതിനൊന്നും എടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. എല്ലാം നമുക്ക് വഴിയെ കാണാം. പിന്നെ കുറേ പരിപാടികളുണ്ട്. ആർ യു സോ എക്സൈറ്റ്മെൻറ്റ്. ഞാൻ കുറേ രാജ്യങ്ങൾ സഞ്ചരിച്ചിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടോ. ഗൈസ് നോക്കൂ, ഇവരെല്ലാം റെഡി ആയിട്ടോ. ഇവർ പൈസ കൊടുത്തിട്ടില്ല, ഞങ്ങൾ ഓൾറെഡി 2,20,000 കൊടുത്താണ്. ഇവർ പിന്നെ ഇനിയിപ്പോൾ പൈസ കൊടുക്കണോട്ടോ. ഗൈസ് നോക്കൂ, ഞാനേ ഇവർക്ക് ഇന്ത്യൻ വിസ കിട്ടാൻ വേണ്ടി ഭയങ്കര പാടാട്ടോ. ഇന്ത്യൻ വിസ ഭയങ്കര പാടാണ്. അപ്പോൾ അവർക്ക് ഞങ്ങൾ ഏജൻറ്റുമാരുണ്ടായാലും ഇന്ത്യൻ വിസ കിട്ടാൻ എളുപ്പമാണ്. അപ്പോൾ നമ്മുടെ ഏജൻറ്റിൻ്റെ നമ്പറും കാര്യങ്ങളൊക്കെ കൊടുത്തോട്ടോ. 20 ദിവസമാണ് കിടക്കുന്നത് അല്ലേ. അതാണ് ഇത് ബൈ റോഡും ബൈ ഫ്ലൈറ്റും തമ്മിൽ രണ്ടും വ്യത്യാസം. ഇവർക്ക് ആനയാടിൻ്റെ 135 രാജ്യത്ത് ഓണറേല, പക്ഷെ എല്ലാ രാജ്യത്തും ഇവർക്ക് വിസ എടുത്തിട്ടോ ബൈ റോഡ് പോകാൻ പറ്റുള്ളൂ. ഇന്ത്യ അങ്ങനെയാണ്. ഗൈസ് നോക്കൂ, ഇവർക്ക് എത്രയോ രാജ്യങ്ങൾ ഓണറബിളാന്നറിയാം, പക്ഷേ ഇന്ത്യ ഇവർക്ക് ഓണറേല. എല്ലാ രാജ്യത്തും നമ്മൾ ഓവർലാൻഡ് കൊണ്ടുപോകാൻ നേരത്ത് വിസ, ലാൻഡ് വിസ എടുത്ത് അങ്ങനെ പോകാൻ പറ്റുള്ളൂ. അതിനുകൊണ്ട് 1 വീക്ക് 2 വീക്ക് വെയിറ്റിംഗ് ഉണ്ട്. പിന്നെ അത് നമ്മൾ ആദ്യം വിസ സബ്മിറ്റ് ചെയ്യണം. അത് കിട്ടിക്കഴിഞ്ഞാൽ ഗൈസ് ഞങ്ങളൊക്കെ കഴിഞ്ഞ ദിവസം അടിച്ച ടെൻഷൻ ഇപ്പോഴും ഞങ്ങൾക്ക് അറിയത്തില്ല. അവിടെ ചെന്ന് പാസ്പോർട്ട് തുറന്ന് ആ സാധനം കിട്ടിയെങ്കിലേ കിട്ടിയെന്ന് പറയാൻ പറ്റുള്ളൂ. നമുക്ക് അറിയാൻ പറ്റും. പാസ്പോർട്ട് തുറന്ന് യൂറോപ്യൻ വിസ പോലെ ഗൈസ് നമുക്ക് എന്തായാലും നേരെ പോകട്ടെ. ഞങ്ങൾ 2,20,000 ഓൾറെഡി കൊടുത്തു. അതുകൂടെ വിസയുടെ $150 കൊടുത്തു. ഇറ്റ് ഈസ് വെരി വെരി എക്സൈറ്റ്മെൻറ്റ് മൂമെൻറ്റ്. Sorry guys, I am same day? Yes. ഞങ്ങളെ ഇവിടെ കിടന്നുറങ്ങിയതിൻ്റെ പൈസയും കാര്യങ്ങളൊക്കെ കൊടുക്കാനുള്ള സംഭവം കേട്ടോ. നമ്മളെ is today is full today or tomorrow? Yes, today full. Now. Not now. Evening. Pay evening. Yes. Come. Evening is
പെയിൻ നോ പ്രോബ്ലം കം കൈസ്. അതായത് നമ്മൾ ഇത്രയും ദിവസം ഇവിടെ കിടന്ന സ്റ്റേ, പിന്നെ മെക്കാനിക്കൽ വർക്ക് എടുത്തിട്ടുണ്ട്, പിന്നെ അങ്ങനെയുള്ള സംഭവങ്ങളുടെ ഒക്കെ പൈസ ഇന്ന് കൊടുക്കണം. എന്നിട്ടാണ് നാളെ രാവിലെ വെളുപ്പിന് ഇവിടുന്ന് പോകുന്നത്. യെസ്, 2 വണ്ടിയിലായിട്ട് ഇവിടുന്ന് പോകുന്നത്. അവർ ഓൾറെഡി റെഡിയായി. ഇവിടുത്തെ കാലാവസ്ഥ ഭയങ്കര തണുപ്പായതുകൊണ്ട് എപ്പോഴും വെള്ളം കുടിക്കണുണ്ടോ. ഇനിയിപ്പോൾ അങ്ങോട്ട് നടന്നിട്ട് അവിടെ നിന്ന് വേണം ടാക്സി പിടിക്കാൻ. വാട്ട് ഈസ് ദ പ്ലേസ് നെയിം? ജി നോ ഇൻ ഏജന്റ്. കം ഗോ യാ പോവാട്ടോ. തമൽ എന്ന് പറഞ്ഞ സ്ഥലത്തോട്ടാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, അതായത് ട്രാവൽ ചെയ്യേണ്ടത്. അവിടെയാണ് ഏജൻറ്റ്, അവിടെ നിന്നാണ് വിസ സംഭവങ്ങളൊക്കെ. ഐ എം സോ 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 ഓ സോ ഗൈസ്. തമൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്കാരനെ ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ യൂട്യൂബിൻ്റെ അതോ ലോകങ്ങളും അതിൻ്റെ അന്തരങ്ങളും പഠിപ്പിച്ച് കൊടുത്തിട്ട് പുള്ളി ഇപ്പോൾ അതിലാട്ടോ. അതായത് പുള്ളി ഇപ്പം ബ്ലോഗിങ് ആകണം ടിഷ്യൂ ഗൈസ് നോക്കും. ഞങ്ങൾ നേരെ എന്തായാലും ഈ കാണുന്ന ഗേറ്റ് കടന്ന് നേരെ പോകണം. ഇന്ന് രാത്രി തന്നെ ഇവിടുത്തെ ബില്ലും സംഭവങ്ങളൊക്കെ പേ ചെയ്യണം. ഈ വെള്ളത്തിനൊക്കെ പൈസ ഉണ്ടായിരുന്നു. ഈ വെള്ളമില്ലേ കാരണം എടുത്തോണ്ട് നമുക്കില്ലല്ലോ. നമുക്കില്ല. ഞാൻ അവിടുന്ന് കുഞ്ഞു വെള്ളത്തിലാണ് പിടിച്ചത് കുപ്പിൻ്റെ അല്ലേ. ബ്ലൂബെറി മൽബറി ആയത് മൽബറി. ഞാൻ കമന്റ് ഉണ്ടായിരുന്നു. എപ്പോഴും പോയിട്ട് 2 അടിച്ചു അല്ലേ. ഗൈസ് ഈസ് കമ്മിങ് വിത്ത് മീ. ഞങ്ങൾ എല്ലാവരും കൂടെ കൂടി നേരെ ഹോട്ടലിന് ഉഡ്സെ ഹോട്ടലിലേക്ക് പോവാണ്. അതിൻ്റെ അടുത്താണ് നമ്മുടെ ട്രാവൽ ഏജൻറ്റിൻ്റെ ഓഫീസും സംഭവങ്ങളൊക്കെ. അവിടെ ചെല്ലുന്നു. ഇവർക്ക് പേ ചെയ്യണം കേട്ടോ. ഞങ്ങൾ ഓൾറെഡി ഞങ്ങളുടെ യൂസേജ് ആയിട്ട് എല്ലാം കൊടുത്താണ്. പ്രൊഫഷണലായിട്ട് വീഡിയോ എടുക്കാൻ സമ്മതിക്കില്ല കേട്ടോ. ഇനിയിപ്പോൾ ഇത് കേട്ടോ, ഈ കാണുന്ന ഇവിടുന്നാണ് നമുക്ക് ടാക്സി പിടിക്കണം കേട്ടോ. ഈ ടാക്സി വേണം നമുക്ക് പോകാൻ വേണ്ടി. आपको पता है ना एरिया? ये आदमी का जगह पता है and waiting in taxi. Okay, आओ. എല്ലാവരും ഈ കാണുന്ന ഇവിടെ ടാക്സി നോക്കി നിൽക്കും കേട്ടോ. കറുത്ത നമ്പർ പ്ലേറ്റ് ടാക്സി, ചുവന്ന നമ്പർ പ്ലേറ്റ് പ്രൈവറ്റ് അല്ലേ. ഗൈസ് ഇവിടുന്ന് അപ്രോക്സിമേറ്റ് 7-8 കിലോമീറ്റേഴ്സ് ഹിയർ ടു ദാറ്റ് പ്ലേസ്. ഇപ്പൊ നമ്മുടെ ബ്ലോഗ് ഹിന്ദിയായി, ഇംഗ്ലീഷായി, മലയാളമായി, മെയിൻ ലാംഗ്വേജ്. ഇവിടുത്തെ കാലാവസ്ഥ ഉണ്ടല്ലോ ഭയങ്കരമായിട്ട് നമ്മളെ ഡ്രൈ ആക്കും. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഈ കാണുന്ന സാധനം ഇങ്ങനെ തേച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ ചുണ്ട് ഡ്രൈ ആകത്തില്ല, പൊട്ടത്തില്ല. ഈ കാണുന്ന നിവ്യയുടെ മേടിക്കുവാണ്. നമ്മുടെ നാട്ടിൽ കിട്ടാവുന്നതിൽ ഏറ്റവും നല്ലത് ചെറിയ പൈസ കിട്ടുന്ന നിവ്യാണ് കേട്ടോ. അത് വേണ്ട, അത് ഉണങ്ങും അല്ലേ. പിന്നെ കണ്ടോ ഗൈസ്, നമ്മുടെ US-ലെ ചേട്ടനാട്ടോ വിളിക്കുന്നത്. എല്ലാവരും ഇത്ര നേരം വരെ ആകാംക്ഷ മുതലായിരുന്നു. പക്ഷെ എങ്കിലും അവിടെ ചെന്ന് തുറന്നു നോക്കിയാൽ പേപ്പർ കണ്ടാൽ നമുക്കൊരു സമാധാനം കിട്ടുള്ളൂ. ചേട്ടായി ഓക്കെ ഞങ്ങൾ ടാക്സി പിടിക്കാൻ വേണ്ടി നിൽക്കുക. ഞാൻ ചുണ്ടൊക്കെ ചോപ്പിച്ച് വെച്ചേക്കുക. ചുണ്ടൊക്കെ എങ്ങനെയുണ്ട് എൻ്റെ? ഇവര് പൈസയൊന്നും കൊടുത്തിട്ടില്ല, നമ്മൾ മാത്രമേ പൈസ കൊടുത്തിട്ടുള്ളൂ. ഇല്ല മാർട്ടിൻ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. നമ്മളും മാർട്ടിനും. ഒരാൾക്ക് ടാക്സി കിട്ടി കേട്ടോ. ലിബിനെ അവർക്ക് ടാക്സി കിട്ടി. ഇനി നമുക്കാണ് ടാക്സി കിട്ടാനുള്ളത് കേട്ടോ. ഇതിനകത്ത് നമുക്ക് എല്ലാവരും കയറത്തില്ലേ? ഇല്ല, അങ്ങനെ 5 പേർക്ക് എങ്ങനെ പോവാ? ഫാമിലി ഞാൻ അവിടെ ചെന്ന് വിളിച്ചാൽ മതിയോ? അപ്പൊ ഇതുവരെ ഉറങ്ങിയില്ല? ഓക്കെ my friend Lijin in USA. Now he's sleeping. Now he's sleeping time in USA. Okay, day. Thank you and meet again. God bless you. Okay. ഗൈസ് നോക്കൂ, ഈ മനുഷ്യനുണ്ടല്ലോ സമ്മതിച്ചേ പറ്റുള്ളൂ. ഞങ്ങളുടെ ഈ ഒരു ഇന്റർനാഷണൽ യാത്രയിൽ ഞങ്ങളന്ന് വീഡിയോ പറഞ്ഞു, ആർക്കെങ്കിലും ഞങ്ങളെ ഈ യാത്രയിൽ ഇതിൽ ഞങ്ങൾക്ക് അറിവുകളും അതുപോലെ വിദ്യാഭ്യാസത്തിന് കുറവുകളുണ്ട്, സഹായിക്കാൻ പറ്റുമെന്ന് വെച്ചാൽ അപ്പം തന്നെ പുള്ളി ഞങ്ങളെ ലിബിനെ കോൺടാക്ട് ചെയ്തു. എനിക്കിതൊക്കെ അറിയാം, എനിക്ക് നിങ്ങളെ സഹായിക്കാൻ പറ്റുമെന്ന് പറഞ്ഞാൽ അങ്ങനെ നമ്മളായിട്ട് കമ്പനി ആയതാണ്. ആ മനുഷ്യൻ നമ്മൾ ഇന്ത്യയിൽ നിന്ന് ആദ്യമായിട്ട് മലേഷ്യ വണ്ടി ഷിപ്പ് ചെയ്യുന്ന പോലെ ഇതുവരെ വെരി ഗുഡ് മാൻ. അതായത് ഏതൊക്കെ രീതിയിലുള്ള ഹെൽപ്പ് ചെയ്യുന്നത്. അതായത് നമുക്ക് ചൈനയ്ക്ക് പൈസ അയച്ചു കൊടുക്കാൻ നേരത്ത് അത് പേപ്പാലിൽ ഞങ്ങൾക്ക് ഇന്ത്യയിൽ നിന്ന് അയക്കാൻ പറ്റുന്നത്. അങ്ങനെ പുള്ളിയുടെ അവിടുന്ന് പൈസയൊക്കെ അയച്ചു കൊടുക്കുക ചെയ്ത് എന്നിട്ട് ഞങ്ങൾ നാട്ടിൽ പൈസ അങ്ങനെ കുറേ ഹെൽപ്പുകൾ ചെയ്തിട്ടുണ്ട്. കുറേ രീതിയിൽ പുള്ളി പല ദിവസങ്ങളും ഉറങ്ങാതിരുന്നിട്ടുണ്ട്. കാരണം നമ്മളിവിടെ പകലാകുമ്പം അവിടെ രാത്രി പിന്നെ 2 മണി 3 മണിയൊക്കെയാണ്.
ആ സമയത്ത് കുറേ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഈ ചൈനീസ് വിസയ്ക്കും ഏജൻറ്റിനെ കണ്ടെത്തിയതും അതേപോലെ തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്തു പുള്ളിയാണ്. ഇറ്റ് ഈസ് സോ അമേസിങ്, വെരി ഗുഡ് മാൻ. നോക്കൂ, ടാക്സിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യട്ടെ. ഇനി ഞാനിവിടെ നിന്ന് കവലപ്രസംഗം നടത്തി കഴിഞ്ഞാൽ പുള്ളി ടാക്സിക്ക് കൈ നീട്ടത്തില്ല. അതുകൊണ്ട് ഞാൻ കീറ്റട്ടോ. എല്ലാവരും നമ്മളെല്ലാവരും കൂടെ നിന്നിട്ട് കൈ നീട്ടും കേട്ടോ. ഒരു ടീം നമ്മുടെ വീട്ടിലുണ്ടായിരുന്നു പോയി. അപ്പം നമ്മൾ രണ്ടുപേരും കൂടി ഇന്ന് मैं हिंदी में बात कर रहा एक बार. पहले 2080 में ये आदमी इंडिया टू बाई रोड नेपाल, भूटान, म्यांमार एंड थाईलैंड, मलेशिया, सिंगापुर जाएगा. ये टाइम गया था. ये टाइम में म्यांमार क्लोज. अभी नॉट ओपन. ഗൈസ് നോക്കൂ, എന്നാ 2018 में 2018 മ്യാൻമർ ക്ലോസ് ആയത്. അതിനുശേഷം തുറന്നിട്ടില്ല. കാലി ടാക്സി ഒന്നും കാണുന്നില്ല. അപ്പോൾ ഇവർക്ക് ഡ്രൈവ് ചെയ്ത് എക്സ്പീരിയൻസ് ഉള്ളതാണ്. നമ്മളും ആ റൂട്ടിൽ ഡ്രൈവ് ചെയ്താണ്. അങ്ങനെ നമ്മൾ കസാഖിസ്ഥാൻ വരെ ഉണ്ട്. അത് കഴിഞ്ഞ് പുള്ളി ഉൾട്ടടിച്ച് പോകും, റഷ്യക്ക് പോകും. നമ്മൾ സ്പെയിനാണ് പോകുന്നത്. എന്നിട്ട് വീണ്ടും സംഗമീസ് അടിച്ചിട്ട് പോകട്ടോ. ഫൈനലി അങ്ങനെ ഒരു ടാക്സി കിട്ടി. ഭാഗ്യം. കയറിക്കോ കേട്ടോ. ഞങ്ങൾ ബാക്ക് സൈഡിലുണ്ട്. ലിബി അപ്പുറം സൈഡിൽ കയറിക്കോടാ. നമ്മൾ ഇന്ത്യക്കാരുടെ സ്വഭാവം ഇവിടെ കാണിച്ചു. കുറേ ബാർഗൈൻ ചെയ്തു. അവസാനം അവൻ 700 തന്നെ പറഞ്ഞു. നേരത്തെ അത്യാവശ്യമല്ലേ, അതുകൊണ്ട് പിന്നെ പോവാട്ടോ. അല്ല, നേരത്തെ വണ്ടി ഫ്രണ്ടിൽ പോയിട്ടുണ്ടല്ലോ. അപ്പൊ അവരെത്ര വാങ്ങുന്നു ഇവരെത്ര വാങ്ങുന്നു അറിയാലോ. അവസാനം അവിടെ ചെന്നിട്ട് ടാറ്റാ ബൈ ബൈ അല്ലേ. ഗൈസ് നോക്കൂ, എന്തിനാണ് ഞങ്ങൾ പോകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ ഞങ്ങളുടെ വിസയും പിന്നെ അതേപോലെ തന്നെ ഞങ്ങളുടെ പാസ്പോർട്ടും കളക്ട് ചെയ്യുക. 2 യൂട്യൂബേഴ്സ് ആയതുകൊണ്ട് യൂട്യൂബേഴ്സ് അതിൻ്റെ ജഗട. ഗൈസ് നോക്കൂ, അതായത് നമ്മളുണ്ടല്ലോ അവിടെ ചെന്നിട്ട് ആ ഓഫീസിൽ നിന്ന് എല്ലാം കളക്ട് ചെയ്തതിനു ശേഷം നാളെ വെളുപ്പിന് ക്യാമ്പർ സൈറ്റ് എക്സിറ്റ് ചെയ്യും. അതായത് ക്യാമ്പർ സൈറ്റിൽ നമ്മൾ നേരെ ബോർഡർ പോകും. നാളെ നമ്മൾ ചൈന കയറും. ഇറ്റ്സ് വെരി വെരി നൈസ്. പുള്ളീനെ ഞാൻ എല്ലാം പഠിപ്പിച്ചു വിട്ടു കേട്ടോ. അപ്പൊ എനിക്ക് തന്നെ വലിയ അല്ലേ, കോമഡി ആട്ടോ മൊത്തം. അപ്പൊ അവിടെ ചെന്നിട്ട് കാണാം കേട്ടോ. എന്തായാലും കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ നിന്ന സ്ഥലത്ത് നമുക്ക് പേ ഒക്കെ ചെയ്യാണ്ട് കുറെ പൈസ. പെർ ഡേ $5 അപ്രോക്സിമേറ്റ്. നാട്ടിലത്തെ 410 രൂപ വെച്ച് 18-ാം തീയതി നമ്മൾ കയറി. അപ്പൊ എത്ര ദിവസം? ഇന്നിപ്പോ എത്രയായി? 5 ദിവസത്തെ കൊടുക്കണം അല്ലേ. ഞാനേ ഇദ്ദേഹത്തോട് AC ഉണ്ടെന്ന് വെച്ചു. കിതർ സേ ആയേഗാ? AC किधर से आ रहा है? किधर से आ रहा है? खिड़की से. ഗൈസ് പുറത്തുനിന്ന് തണുപ്പ് കിട്ടുന്നുണ്ടോ പറഞ്ഞ. हमारा यूनिक नेम है. क्या नाम क्या? हमारा झालक. आपका यूनिक नेम. जनक मीन्स तुम सीता का बाबूजी है? नहीं राम जी का ससुर जी? नहीं झालक. झलक. ओ झलक. मुझे लगा जनक. झालक दिखला जाए. झलक दिखला जाए. ഇഷ്ടംപോലെ അല്ലടാ. ഇപ്പൊ MG ഇപ്പൊ ഇന്ത്യൻ കമ്പനി ആയില്ലേ. JSW 60% ഷെയർ മേടിച്ചിട്ടില്ലേ. ഗൈസ് നോക്കൂ, എന്തായാലും നമുക്ക് ഈ കാണുന്ന ഇവിടെയൊക്കെ ഈ പോലത്തെ ചെറിയ ചെറിയ ബസ്സുകളാട്ടോ. ഭയങ്കര തിരക്കാട്ടോ ടൗണിന്. എന്തായാലും നമുക്ക് അവിടെ ചെന്ന് വീഡിയോ കോളിംഗ് ആണല്ലോ. 10 to 20 minutes. എല്ലാരും വീഡിയോ കോൾ ആണല്ലോ. അതിലൊന്നാണ് ഏജന്റ് ചേട്ടാ. പുള്ളിക്കാരനാ നല്ല ലിബറലായ ആൾക്കാരാ തോന്നുന്നു. ചൈനയ്ക്ക് ഒരു ഏജന്റും പിന്നെ അതേപോലെ തന്നെ ടിബറ്റിന് വേറെ ഏജന്റും. ലിബി പൈസ കൊടുക്കും കേട്ടോ. 1000 കൊടുത്തു. അവനോട് ഞങ്ങൾ പറഞ്ഞു ഒരു 300 ഞങ്ങൾക്ക് തന്നേരെ. 10,000 അല്ലല്ലോ. അല്ല, പൈസ നോക്കാം. ഫൈനലി പൈസ കൊടുത്തു. ഞാൻ വണ്ടിയിൽ നിന്ന് ഇറങ്ങട്ടെ. ഫുൾ ബ്ലോക്ക്. തെറി ലിബിനെ മേടിച്ചോ? റെഡിയാനാ? ഹോട്ടൽ റാസ്ത ഞാനാ. പൈസ നോക്കും. ലിബിനിപ്പം പൈസ കൊടുത്തിട്ട് വരും. എല്ലാം കിട്ടിയില്ലേ? ഒന്നും മിസ്സായിട്ടില്ലല്ലോ. എൻ്റെ കീശന്ന് വല്ലതും ചാടിപ്പോയോ? കേൾക്കാം. താങ്ക് യു. നമ്മൾ മീറ്റിങ്ങിന് പോയ ഹോട്ടൽ ഇതാണ്. ഇവിടുന്ന് നേരെ പോയി കഴിഞ്ഞാലാണ് നമ്മുടെ പിന്നെ സുഗുണപ്പൻ, അതായത് നമ്മുടെ ആ ഒരു ഏജന്റിന്റെ ഓഫീസും സംഭവങ്ങളൊക്കെ. ഇപ്പോഴും കിട്ടി എന്നാണ് പറയുന്നത്. പക്ഷെ അത് തുറന്നു നോക്കിയാലേ കിട്ടി നമുക്ക് കിട്ടിയോ ഇല്ലയോ എന്നുള്ള ഉറപ്പ് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. കാരണം നമ്മൾ കിടന്ന ക്യാമ്പർ സൈഡിൽ ഏതാണ്ട് 10-12 ആൾക്കാർ വിസ റിജക്റ്റ് ആയിട്ടുണ്ട്. എല്ലാവരും ഭയങ്കര ടെൻഷനിലായിരുന്നു. ഇറാനും പിന്നെ ടർക്കിയിലും ലോങ് സ്റ്റേ ചെയ്തവർ കുറേ പേരെ റിജക്റ്റ് ചെയ്തിട്ടുണ്ട്. അതാണ് അവിടുന്ന് റീസണായിട്ട് പറഞ്ഞത്. എന്തായാലും എല്ലാവരും ഇവിടെ ഉണ്ട്, ഞങ്ങളും ഇവിടെ ഉണ്ട് കേട്ടോ. യെസ്, ഐ എം ഓൾറെഡി കമ്മിങ്. ഗൈസ് എല്ലാവരും ഇവിടെ എത്തി കേട്ടോ. അവരുടെ പാസ്പോർട്ട് മേടിക്കാം കേട്ടോ. പിന്നെ വിസയും. നമ്മുടെ മാത്രം 2 പേരും നമ്മളന്ന് മീറ്റ് ചെയ്തതാണ് അവിടെ. മറ്റേ ഓർക്കുന്നുണ്ടോ പെട്രോൾ പമ്പിൽ വെച്ച്
ആ ആപ്ലിക്കാനല്ലേ അത് യെസ് ഒരു പാസ്പോർട്ട് രണ്ടുപേരുടെയും പിന്നെ പാസ്പോർട്ട് കിട്ടിയിരിക്കുകയാണ്. എടാ അതിൻ്റെ അകത്തല്ലടാ പേപ്പർ വിസ ആടാ. പേപ്പർ വിസയാ ആ ഇതല്ല പേപ്പർ വിസ നോ സ്റ്റാമ്പിംഗ് വിസ. ആ അതാ എല്ലാം ചൈനീസിലായിട്ട് എഴുതിയേക്കുന്നത്. നമുക്ക് മനസ്സിലാവില്ലല്ലോ. എന്തോ ദൈവാനുഗ്രഹം കേട്ടോ കിട്ടിയത്. അല്ലേ പിന്നെ ഇവിടെ ബ്രീഫിങ് പിന്നെ അതുപോലുള്ള കുറേ സംഭവങ്ങളുണ്ട് കേട്ടോ. ബ്രീഫിങ് പിന്നെ ഏതൊക്കെ ആപ്പ് ഉപയോഗിക്കണം, എന്തൊക്കെ ചെയ്യണ്ടെന്നുള്ള എല്ലാ സംഭവം ഉണ്ട് കേട്ടോ. ഫൈനലി നമ്മൾ അങ്ങനെ നമ്മുടെ ഏജന്റിൻ്റെ എത്തി. അതായത് ഇതാണ് നമ്മുടെ ഏജന്റ്, ടിബറ്റ് വിസ. ഈ സംഭവം അതായത് ഇവരാണ് അത്യാവശ്യം എല്ലാവർക്കും ചെയ്തിരിക്കുന്നത്. ഏറ്റവും ചെറിയ പൈസയ്ക്കും ഏറ്റവും നല്ല രീതിയിൽ നല്ല ഡീലിംഗ് ഇവരാണ്. അങ്ങനെയാണ് നമ്മുടെ യൂസർ ചേട്ടൻ ഇവരുടെ അടുത്ത് കോൺടാക്ട് ചെയ്ത സംഭവം. ഏറ്റവും ചെറിയ കൊട്ടേഷനൊക്കെ ഇവരാണ്. ഫൈനലി ഞങ്ങൾ ഇവിടെ എത്തി. ഞങ്ങൾ പാസ്പോർട്ടെല്ലാം തുറന്നു നോക്കിയപ്പം സ്റ്റിക്കർ വിസ ഒന്നും കാണാനില്ല കേട്ടോ. അതായത് നമ്മൾ നമ്മുടെ കേരളത്തിൽ നിന്ന് പോകാൻ നേരത്തെ അല്ലെങ്കിൽ നമ്മൾ ഇന്ത്യയിൽ നിന്ന് പോകാൻ സ്റ്റിക്കർ വിസ ആയിട്ടാണ് കിട്ടുക. അവസാനം നമുക്ക് മനസ്സിലായി ഗ്രൂപ്പ് വിസ. അതായത് ഇവിടെ ഇത് എഴുതി വെച്ചിട്ടുണ്ട്, ഇതേ ഗ്രൂപ്പ് വിസ. അതായത് നമുക്ക് ഗ്രൂപ്പ് വിസയാണ് ടിബറ്റ് ചൈന. അതായത് ഇതിൻ്റെ അകത്ത് നമ്മൾ ആരൊക്കെ പോകുന്നുണ്ടെന്നുള്ള 9 പേരുണ്ട്. നമ്മൾ പോകുന്ന ആ 9 പേരുടെ പേരും കാര്യങ്ങളൊക്കെ വെച്ചുള്ള ചൈനീസ്, ഭൂരിഭാഗം കുറച്ചൊക്കെ ഇംഗ്ലീഷും കുറച്ചൊക്കെ ചൈനീസ് ലെറ്ററിലുമാണ്. 90% ചൈന ലെറ്ററിലാണ് അല്ലേ. ഫൈനലി സാധനം കിട്ടി. ഇനി കടമ്പകളുണ്ട്. അതായത് കുറേ കടമ്പകളുണ്ട്. നമ്മൾ ഉപയോഗിക്കാൻ പാടില്ലാത്ത ആപ്പ്, പിന്നെ അതുപോലെ കുറേ സാധനങ്ങൾ VN അതുപോലെ VPN അതുപോലെ സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്യാണ്ട് കുറേ പരിപാടിയുണ്ട്. ഗൈസ് നോക്കൂ, അന്ന് ഞങ്ങൾ അതായത് അന്ന് നമ്മൾ ഇന്ത്യയിൽ നിന്നും സിംഗപ്പൂർ വരെ യാത്ര ചെയ്യാൻ പോകുന്നായിരുന്നു. അന്ന് നമ്മൾ പോകാൻ നേരത്തെ നമ്മൾ വണ്ടി ഓടിച്ച് മ്യാൻമറിൽ നിന്ന് പോകാമെന്നുള്ളതായിരുന്നു. അതായത് ഇന്ത്യയിൽ നിന്ന് മ്യാൻമർ വഴി പോകാമെന്നുള്ളതാണ് ഞങ്ങളുടെ പ്ലാൻ. പക്ഷേ നമ്മളന്ന് അന്വേഷിച്ചപ്പം പറഞ്ഞത് അങ്ങനെ പോകാൻ പറ്റുന്നു. പക്ഷേ അവിടെ ചെന്നപ്പം അല്ല, അത് ഷിപ്പ് ചെയ്യേണ്ടി വന്നു. അപ്പം കുറേ പേര് കളിയാക്കി കേട്ടോ. അപ്പം ഞങ്ങൾ അന്ന് മനസ്സിലിങ്ങനെ ഇട്ടു, എന്ത് ചെയ്യും ഇനിയിപ്പോൾ, എങ്ങനെ വണ്ടി ഓടിച്ച് ഇന്ത്യയിൽ നിന്ന് പോകും. അങ്ങനെയാണ് അവസാനം ഇങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടെന്ന് മനസ്സിലായത്. പക്ഷേ ഇതൊക്കെ ക്ലോസ് ആയിരുന്നു. അതിനുശേഷം ഇപ്പോഴാണ് ഓപ്പൺ ആയത്. എൻ്റെ വിശ്വാസം ശരിയാണെങ്കിൽ കേരളത്തിൽ നിന്ന് ആദ്യമായിട്ട്, ഇന്ത്യയിൽ നിന്ന് ആദ്യമായിട്ടാണ് ഒരു ഫോഴ്സ് ട്രാവലർ യൂറോപ്പിലേക്ക് പോകുന്നത്. പിന്നെ അതേപോലെ തന്നെ കുറേ നാളുകൾക്ക് ശേഷം കേരളത്തിൽ നിന്ന് ഒരു വണ്ടി പിന്നെ ഈ ടിബറ്റ് ചൈന വഴി യൂറോപ്പിലേക്ക് പോകുന്നത് എന്തായാലും നല്ലൊരു നിമിഷമായി പോയി. ഓക്കെ, അതേപോലെ തന്നെ ഇന്ത്യയിൽ നിന്ന് ആദ്യമായിട്ടാണ് ഒരു ക്യാമ്പർ ഈ കാണുന്ന ഇന്ത്യയിൽ നിന്നും ടിബറ്റ് വഴി ചൈന വഴി യൂറോപ്പിലേക്ക് പോകുന്നത്. എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട്. ഞങ്ങൾ ഇന്നലെ വരെ ഞങ്ങൾ മനസ്സിലിങ്ങനെ വിചാരിക്കണം, അഥവാ കുറേ പേർക്ക് റിജക്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. എല്ലാ യൂറോപ്യൻസിനാണ് റിജക്റ്റ് ആകുന്നത്. അപ്പം അവർക്കൊക്കെ സെക്കൻഡ് ഓപ്ഷൻ ഉണ്ട്, പാകിസ്ഥാൻ വഴി പോകാം. പക്ഷെ നമുക്കങ്ങനെ പറ്റില്ല. വീണ്ടും ഞാനും പ്ലാൻ ചെയ്ത് ഇനിയിപ്പം ഷിപ്പ് ചെയ്യേണ്ടി വരുമോ അങ്ങനെയൊക്കെ ആലോചിച്ചു. ഫൈനലി അനുഗ്രഹത്തിൽ കിട്ടി. പക്ഷെ പോകുന്നവർക്ക് ഷിപ്പിനേക്കാളും ഏറ്റവും പൈസ ചീപ്പ് ഇവിടെയാണ്. യെസ് ഷിപ്പിന് ഏകദേശം 4 ലക്ഷം രൂപ ആവും അങ്ങോട്ടും ഇങ്ങോട്ടും കൂടി. ഇതൊരു 2 ലക്ഷം രൂപ അങ്ങോട്ട് പരിപാടി. ഇപ്പം എന്തായാലും ഇറാനിൽ ഷിപ്പ് ചെയ്ത് പോക്കൊന്നും നടക്കില്ല, കാരണം അവിടെ കുറേ പ്രശ്നങ്ങളാണ്. ഇതാണ് ഇപ്പം പറ്റിയ ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ. പക്ഷേ 1 മാസത്തെ പേപ്പർ വർക്ക് ഉണ്ട് കേട്ടോ. എന്തായാലും നമ്മൾ ഇന്ന് ഇവിടുന്ന് കുറച്ച് ബ്രീഫിംഗ് ഉണ്ട്. നമ്മുടെ ഗ്രൂപ്പിലെ കുറച്ചും കൂടി ആൾക്കാർ വരാനുണ്ട്. അവർ വന്നതിന് ശേഷം ഇവിടുന്ന് ബ്രീഫിങ്ങും സംഭവങ്ങൾ, അതായത് ചൈനയിൽ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ ചൈനയെ കുറിച്ചൊന്നും മോശമായിട്ട് പറയാൻ പാടില്ല. പിന്നെ അത് ടിബറ്റ് ചെന്ന് കഴിഞ്ഞാൽ ശ്രദ്ധിക്കുന്ന കുറേ കാര്യമുണ്ട്. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്, അതെല്ലാം നമ്മൾ ഫോളോ ചെയ്യണം. പിന്നെ അതേപോലെ തന്നെ നമുക്ക് ചൈനയിൽ ഒരു ഏജൻറ്റ്, ടിബറ്റിൽ ഒരു ഏജൻസ്, പിന്നെ അതുപോലെ തന്നെ ടിബറ്റിൽ നമുക്ക് ഹോട്ടലിൽ തന്നെ സ്റ്റേ ചെയ്യേണ്ടി വരും. പിന്നെ കുറേ സംഭവങ്ങൾ ഇവർ നമ്മളെ ബോർഡർ വരെ ഇവരുണ്ടാവും. അതിനുശേഷം നമ്മൾ ചൈനീസ് ഏജൻറ്റ് നമ്മളെ ചൈനീസ് ബോർഡറിൽ നിന്ന് പിക്ക് ചെയ്യും. നേപ്പാൾ വരെ ഇവരുണ്ടാവും. നേപ്പാൾ വരെ നമുക്ക് വീഡിയോ എടുക്കാം. പിന്നെ അത് കഴിഞ്ഞ് അവരുടെ പോലീസ് സ്റ്റേഷൻ, അവരുടെ കസ്റ്റംസ്, അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഫോട്ടോ എടുക്കാൻ പറ്റില്ല. ബാക്കി എവിടെ വേണമെങ്കിലും നമുക്ക് ഫോട്ടോ എടുക്കാം. ബാക്കി എവിടെ വേണമെങ്കിലും നമുക്ക് ഫോട്ടോ എടുക്കാം. പിന്നെ അതേപോലെ തന്നെ വേറൊരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മെയിൻ തിങ് അവിടെ നെറ്റിന് ഭയങ്കര സ്പീഡാണ്. പക്ഷേ കുറച്ച് കാര്യങ്ങളുണ്ട്, അതൊക്കെ ഞാൻ വഴിയെ പറയാം. എന്താ പറയാ, ഭയങ്കര സന്തോഷം അല്ലേ. വേറെ ഒരു രാജ്യത്ത് വന്നിട്ട് ഇത്രയും ആകാംക്ഷ ഉണ്ടായിട്ടില്ല. ചൈനയ്ക്ക് കയറി മാത്രം പ്രത്യേക ആകാംക്ഷ, ഒരു ക്യൂരിയോസിറ്റി കേട്ടോ. ഞങ്ങൾക്ക് ആർക്കും വിസ കൈ തന്നില്ലായിരുന്നു. ഞങ്ങൾ മേടിച്ച കേട്ടോ വിസ. 2 ഈച്ച് കീച്ചാൻ എല്ലാം തിരിച്ചു കൊടുത്തു. എല്ലാവരും വന്നിട്ട് ബ്രീഫിംഗ് ഉണ്ടെന്ന് പറഞ്ഞത്. ഞങ്ങളോട് ഏറ്റവും ടെൻഷൻ മാർട്ടിനായിരുന്നു കേട്ടോ. കാരണം പുള്ളി തുർക്കിയിൽ കുറച്ച് ഓവർ സ്റ്റേ ചെയ്തായിരുന്നു. കിട്ടൂല എന്നുള്ള ടെൻഷനായിരുന്നു. പുള്ളിക്ക് ലാസ്റ്റ് ഭയങ്കര സന്തോഷമായി. കാരണം നമ്മൾ വന്ന എല്ലാവരും ഒരുമിച്ച് പോകാൻ പറ്റിയല്ലോ അല്ലേ. ആർക്കും സങ്കടം വന്നില്ല, എല്ലാവർക്കും ഒരേ സമയത്ത് വിസ കിട്ടി അല്ലേ. ഗൈസ് എല്ലാവർക്കും അടുത്ത ടൈം സാധനം കിട്ടി കേട്ടോ. ഓ ഗൈസ്, പുള്ളിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു കേട്ടോ. Once it's confirmed, the passport, we need a passport, and then we proceed for the travel permit, the invitation letter. So once they come,
Then we do the same process. Okay. And we have a representative in border. When you go tomorrow, you will meet. So he'll help you cross the border. Okay. And then again, once you cross the border, there is a bridge between Nepal and Tibet. Okay. So once you cross the bridge, the Chinese guide will come and take over it. And there is a process of immigration. Then you go to the അതായത് എങ്ങനെ ചൈന കയറാന്നുള്ള സംഭവങ്ങളൊക്കെയാണ് പുള്ളി പറഞ്ഞു തന്നത്. ഞാൻ പറയാം എന്തെങ്കിലും കിട്ടുമെന്ന് നോക്കട്ടെ ഇടാൻ. Tibet, Western Nepal. Okay. Is the contact number is your website's name? Contact number that you have in over there. Oh, okay. There's our mother company. Company. There's a mother company which everything is online. ഗൈസ് എല്ലാം ഓൺലൈനിൽ നടക്കുള്ളൂ കേട്ടോ. ഞാൻ നേരത്തെ കാണിച്ചു തന്നെ ഒരു കമ്പനി. ഇനി ഞങ്ങൾക്ക് എലാസ്റ്റിക് വലിക്കമ്പനിക്കുള്ള പരിപാടി കേട്ടോ. ഇനി നമ്മുടെ പരിപാടി കഴിഞ്ഞല്ലേ ഇനി പുള്ളിക്കാരനൊരു ബ്രീഫിംഗ് ഉണ്ട്. ഈ സംഭവം കണ്ടോ, ഈ സാധനം നെറ്റിൽ അടിച്ചാൽ മതി കേട്ടോ. ടിബറ്റ് വിസിറ്റ്, ഇതാണ് ഇവരുടെ ഏറ്റവും ഓവർലാൻഡ് എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പാണ്. അതിനകത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാർ സജസ്റ്റ് ചെയ്യുന്ന ഓവർലാൻഡ് ആ സംഭവ ഗ്രൂപ്പിൽ ഏറ്റവും കൂടുതൽ സജസ്റ്റ് ചെയ്യുന്ന ചീപ്പ് റേറ്റ് ഇവർ തന്നെയാണ്. ഇവരെ നിങ്ങൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇത് കിട്ടും. അപ്പോൾ ഇത് മുഖേന നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഇറ്റ് ഈസ് കൊള്ളാം. അതായത് ഇത് ഗ്രൂപ്പ് വിസ ആട്ടോ, എല്ലാവരുടെയും കൂടെ ഒരു വിസ, അല്ലാതെ ഒരാളുടെ പേര് പറഞ്ഞില്ല, 9 പേരുടെയും പേര് വെച്ചിട്ടുള്ളൊരു വിസ ആട്ടോ. അപ്പോൾ ഗ്രൂപ്പ് ഗൈസ് പെട്രോൾ അടിക്കണമെങ്കിൽ ചൈനയിൽ ഗൈഡ് വേണം, പ്രത്യേകിച്ച് എസ്പെഷ്യലി ടിബറ്റ്. പിന്നെ കഴിക്കണേ വേണം, പിന്നെ ഹോട്ടൽ എടുക്കണേ വേണം, പിന്നെ എല്ലാത്തിനും ഗൈഡ് വേണം. എവറി ടൈം അവർ നമ്മളെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കും കേട്ടോ. ഗൈഡ് ഇല്ലാതെ നമുക്ക് പെട്രോൾ പമ്പിൽ നിന്ന് എണ്ണ തരില്ല. അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ അതെല്ലാം നമ്മൾ ഇത് ചെയ്ത് ചൈന കഴിഞ്ഞാൽ പിന്നെ ഫ്രീ ആണ്. ചൈന വരെയുള്ള പ്രശ്നങ്ങളൊക്കെ കേട്ടോ. രാജേഷ് ബൈ യാ ഫൈൻ ഇറ്റ്സ് ഡൺ. ആ ഗൈസ് അങ്ങനെ ലാസ്റ്റ് ടീമും വന്നു, പുള്ളി അത് മറിച്ചു വിട്ടു കേട്ടോ. താങ്ക് യു. Onwards, and day after tomorrow you will be entering Tibet. Okay, the road from here, there are 3 roads that connects to the border. One the same way you go down, from here 50 kilometers down, and then to the highway. And from the place called Galchi, we can drive another 70 kilometers to the border. So the 50 kilometers is towards Pokhara, the main road, right? The place called Galchi. The other road is from the Kakani, which is from Balaju. So you can go Kakani, but that road is not up to the date. The another road that is goes through the Grandi Hospital is called Toha Road. From Toha, that is much better road, but it has got a sharp bend and it loses height immediately also. But this is the easy road comparing to 2 others road. Highway, you know it. What's the easy road? This is the easier road. From Maybe you can. More the smooth one. So I think what Google is saying to us is. ഗൈസ് ഇവിടുന്ന് റൂട്ടും കാര്യങ്ങളും എല്ലാവരും എഴുതി കാര്യങ്ങളും എടുക്കുന്നത്. ഇവിടുന്ന് 4-5 റോഡുണ്ട്, പക്ഷെ എന്നാ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റോഡ് പക്ക മോശമാണ്. അപ്പം ഇവരുടെ വണ്ടിയെല്ലാം വടി തട്ടും. ഈ ഗ്രൗണ്ട് ക്ലിയറൻസ് ഇല്ലാത്ത വണ്ടിയാണ്. അങ്ങനെ ആകുമ്പോൾ രണ്ടാം കൂടെ പോകുന്ന റൂട്ടോ നമുക്ക് പോകാൻ പറ്റും. നമുക്ക് റോഡ് വിഷയമല്ല, ഏതുകൊണ്ട് നമുക്ക് കയറി പോകായിരുന്നു. across the city, then it's uphill. Once you reach the, we call it Deorali. Once you reach the top, then again it's down. Okay. Be careful with the turnings, especially with the turnings. Mention the places. He set the route, so all of us have the route. ചർച്ച കേട്ടോ. നാളെ കയറാൻ പറ്റില്ല, നാളെ കഴിഞ്ഞ് കയറാൻ പറ്റുള്ളൂ. ചർച്ച നടക്കട്ടെ, മീറ്റിങ്ങിൻ്റെ വീഡിയോ എടുത്ത് പോലെ നമുക്ക് നടക്കുള്ളൂ. നമ്മളിപ്പോൾ ഒറ്റയ്ക്ക് എന്ത് പറഞ്ഞാലും നടക്കൂല. ഗ്രൂപ്പായിട്ട് പോകാൻ പറ്റുള്ളൂ കേട്ടോ. ഇതിൽ കഴിയട്ടെ, എന്നിട്ട് ബാക്കിയെല്ലാം പറയാം കേട്ടോ. ചൈനീസ് ബോർഡർ രാവിലെ എത്ര മണിക്കാണ് തുറക്കുന്നത്? 8 മണിക്ക് തുറന്നിട്ട് 11 മണിക്ക് പൂട്ടും. അല്ല, 1 മണിക്ക് പൂട്ടും. എന്നിട്ട് വീണ്ടും എണ്ണീറ്റ് കൊടുക്കണം. സീനിയർ സിറ്റിസൺ. എന്നിട്ട് വീണ്ടും 1 മണിക്ക് എത്തുന്നുണ്ട്, 2:30 വീണ്ടും പൂട്ടും. നോക്കട്ടെ, വെയിറ്റ് ചെയ്യാം. ഇതൊക്കെ പറഞ്ഞു നാളെ എന്തായാലും പോകാൻ പറ്റുള്ളൂ. യാ സെയിം വൺ ഗ്രൂപ്പ് എനി ടൈം. മീറ്റിംഗ് കഴിഞ്ഞ് ഞങ്ങൾ പുറത്തിറങ്ങി, എല്ലാം കഴിഞ്ഞു കേട്ടോ. കുറേ കാര്യങ്ങൾ ചിന്തിക്കാണ്ട്, കുറേ കാര്യങ്ങൾ കേട്ടോ. എല്ലാം ഞാൻ വണ്ടിയുടെ അടുത്തെത്തിട്ട് പറയാം. ആദ്യം പോയിട്ട് കുറച്ച് പൈസ എടുത്ത് വെക്കണം, നാളെ എണ്ണ അടിക്കാനോ അതിനൊക്കെ ആയിട്ട്. അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട് കേട്ടോ. ഇവരെന്നെ കരഞ്ഞോണ്ടിരിക്കുന്നത് ക്യായേ? ആ അതിനാണോ കൈ കൊടുത്ത് ചത്ത കേട്ടോ. താങ്ക് യു. ഐസ് പോവാണ്, ഐസ് പോവാണ്. ഭയങ്കര കൂളായിട്ടാട്ടോ പുള്ളിയെല്ലാം പറഞ്ഞു തന്നെ. ടുമോറോ നോ ഈസ് ഈസിലി ബോർഡർ. ഡേ ആഫ്റ്റർ ടുമോറോ entering in yeah
Yeah, guys. He's billionaire. He's really ഗൈസ് നേരെ പോവാ കേട്ടോ. എന്തായാലും വിസ എല്ലാവരും കിട്ടിയ ഒരുപാട് സന്തോഷമുണ്ട്. അല്ലെങ്കിൽ എന്നെ സംബന്ധിച്ചാൽ ആർക്കെങ്കിലും വിസ കിട്ടായിരുന്നു ഒരാൾ വിഷമിച്ച് ഇങ്ങനെ ഇരിക്കും, ബാക്കി എല്ലാവരും പോവും. അതിന് ഇങ്ങനെയുള്ള യാത്രകളൊക്കെ അങ്ങനെ ചെറിയ പ്രശ്നമുണ്ട്. വിസ കിട്ടിയവർ പോവും, വിസ കിട്ടിയാൽ ഇരിക്കും. പക്ഷെ എല്ലാവർക്കും കിട്ടിയത് എന്തായാലും നന്നായിട്ട് അല്ലേ. അപ്പൊ അതുകൊണ്ടായാലും നന്നായി. ഇത് കണ്ടോ, ഈ കോണാട്ടോ, കോൺ ഇതാക്കി എടുക്കുന്ന സായിപ്പിന് പിന്നെ നാളെ അത്രയും ദൂരം സിംഗിളായിട്ട് ഓടിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞ് സായിപ്പ് പിന്നെ പോയി. നമ്മൾ നാളെ എടുക്കുന്നില്ലേ കല്ലേന കൽ കിतना बजे मॉर्निंग 7 बजे भैया 7 वो आदमी क्या बोलेगा? कौन क्या किस बारे में? ये क्या है, इंडिया में आप एसिड कर रहे हैं नहीं है ना? क्या कारनेट में हाँ, किया ना? है इंडिया में कारनेट में एसिड करेगा हाँ एग्जिट किया नहीं चाहिए. अब किया तो मैंने और क्या. ഞങ്ങൾ പുറത്തിറങ്ങി നടക്കുക കേട്ടോ. ഒരു ടാക്സി എടുത്ത് കിതർ जाएगा? अभी जाएगा मैती देवी टेम्पल. ഇവിടെ പുള്ളിയുടെ ഫ്രണ്ട് ഉണ്ട്. आपका फ्रेंड है ना? हाँ रोटरियन. हाँ वहाँ पे उनको मिलूंगा. वो 5-10 മിനിറ്റ് बात करेगा. रिटर्न टू ക്യാമ്പർ സൈറ്റ് में जाएगा. ഗൈസ് നോക്കൂ, അതായത് ഞാൻ പറഞ്ഞുതരാം. ആദ്യം നമ്മുടെ ഗ്രൂപ്പിൽ 9 പേരല്ല, ആദ്യത്തെ ആളും അവസാനത്തെ ആളും പേപ്പർ കാണിക്കണം. ഗ്രൂപ്പ് വിസ ചെയ്തിട്ട് നമ്മളും കാണിക്കണം. പിന്നെ കുറേ കാര്യങ്ങൾ പറഞ്ഞു കേട്ടോ. എനിക്ക് തന്നെ ടിബറ്റിൽ പിന്നെ ഭയങ്കര നെറ്റ് സ്പീഡ് കുറവായിരിക്കും. പിന്നെ അതേപോലെ തന്നെ ദലൈലാമയെ കുറിച്ചും പിന്നെ അതേപോലെ തന്നെ ബുക്ക് അതുപോലെ സംഭവങ്ങളൊന്നും ഫോട്ടോ ഇതൊന്നും കയ്യിലുണ്ടാകരുത്. അതെല്ലാം കളഞ്ഞേക്കണമെന്ന് കേട്ടോ പറഞ്ഞേക്കണേ. കുറേ ഇൻഫർമേഷൻ ഉണ്ട്. പിന്നെ കുറെ കാര്യങ്ങൾ നമ്മൾ ഈ പോക്ക് സൂക്ഷിക്കാനുണ്ട്. യെസ്, മൊത്തം സൂക്ഷിച്ചു ഇവർക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല കേട്ടോ പറഞ്ഞേ. വേറെ കാര്യമുണ്ട്, നമ്മൾ എന്ത് ചെയ്താലും ഇവർ 6 പേരുണ്ട്. ആരെന്ത് ചെയ്താലും ഇതെല്ലാവരും ബാധിക്കും കേട്ടോ. ഓ യു ടേക്ക് ബെഡായ ना पहले किंग यूजिंग टाइप है ना? हाँ बड़ा है. अभी मेरे ग्रुप में किंग आप है. हाँ भैया, एक आदमी मिस्टेक हो गया, पूरा आदमी का प्रॉब्लम है ना? पूरा आदमी का प्रॉब्लम. हाँ फुल केयरफुल या केयरफुली रहना पड़ेगा. हाँ भाई. और ये जो जेरोक्स कॉपी है तुम्हारा कलर वाला, उसको नहीं दिखाना है, वो इमरजेंसी के लिए है, उसको रखना है. वो जेरोक्स ओनली देखने के लिए. जेरोक्स ओनली नेपाल साइड में दिखाएगा, ब्लैक एंड व्हाइट जेरोक्स. और कलर वाला आपको संभाल के रखना पड़ेगा अंदर. अगर आपका ओरिजिनल कहीं पे गुम हो जाए तो फिर वो इमरजेंसी में काम आएगा, वो कलर जेरोक्स वाला. अच्छा. और ओरिजिनल वाला फर्स्ट आदमी जो है राजेश, उसके पास रहेगा. और लास्ट आदमी जो है स्वानंद जोशी, उनके पास रहेगा. बस. അതായത് നമുക്ക് 3 സെറക്സ് ഉണ്ട്. അതിലൊരു റെഡ് ചെയ്തുള്ള സെറക്സ് ഉണ്ട്. അത് ഒരിക്കലും പുറത്ത് കാണിക്കണം പറഞ്ഞാൽ. വണ്ടി കിട്ടി കയറി ഫുൾ തിരക്കാട്ടോ പുറത്ത്. എന്തൊരു തിരക്കാന്ന് നോക്കിയേ. ആകെ നമുക്ക് പോലീസ് സ്റ്റേഷനിലും കസ്റ്റംസ്, സർക്കാർ ഓഫീസുകളിലും ഹോസ്പിറ്റലുകളിലും വീഡിയോ എടുക്കരുത്. ഒരു തൊരയാട്ടോ, മൊത്തത്തിലൊരു തൊര. എല്ലാവർക്കും ആവേശം കയറി കേട്ടോ. ഉഫ്, കിട്ടാതെങ്ങനെ ഇരുന്നായിരുന്നല്ലോ നാറിയേനെ. ഒന്നാതെ നമുക്ക് നമ്മൾ ഓൾറെഡി പറയുകയും ചെയ്തു നമ്മൾ വണ്ടി ഓടിച്ചാൽ പോകുന്നത്. അതിങ്ങനെ നടക്കാതെ പോയിരുന്നുണ്ടല്ലോ. ഉയ്യോ, കമന്റ് പിന്നെ എനിക്ക് ആലോചിക്കാൻ പറ്റുന്നില്ല കേട്ടോ. വിളയാട്ടമായിരിക്കും. ഓ വമ്പം വിളയാട്ടമായിരിക്കും കേട്ടോ. ഞങ്ങൾ വന്നിറങ്ങി കേട്ടോ. കിतना बोलेगा 500 आप कितना दिया 400. ഇവിടെ ഈ ഒരു ടെമ്പിളിൽ പുള്ളിക്കാരൻ്റെ ഏതോ ഫ്രണ്ട് ഉണ്ടെന്ന് പറഞ്ഞേ. അപ്പം പുള്ളിക്കാരനെ കണ്ടതിന് ശേഷം ഞങ്ങൾ ഇവിടുന്ന്, അതറിയില്ല കേട്ടോ, കണ്ടതിന് ശേഷം ഞങ്ങൾ ഇവിടുന്ന് പോകും കേട്ടോ. ഇതാട്ടോ ആള്, ഫ്രണ്ടാ പുള്ളിക്കാരൻ്റെ. നമസ്തേ. He is my friend. യാ, Even and Lipin. കേരള. ഇവരെന്തോ ലോട്ടറി ക്ലബിൻ്റെ എന്തോ വലിയ സംഭവം കേട്ടോ. അതാണ് പുള്ളിയും ലോട്ടറിയുടെ എന്തോ ആളാ. ലോട്ടറി അല്ല ഇവർ, റോട്ടറി അല്ലടാ, റോട്ടറി അങ്ങനെ എന്തോ സംഭവം കേട്ടോ. നാളെ നമ്മൾ രാവിലെ 7 മണിക്ക് വണ്ടി എടുക്കും. ഇന്ന് എന്നിട്ട് വണ്ടിക്കകത്ത് വെള്ളം നിറയ്ക്കണം, അല്ലെങ്കിൽ തുണികൾ എടുത്തു വെക്കണം, പാത്രങ്ങൾ എടുത്തു വെക്കണം. അങ്ങനെ കുറച്ച് പരിപാടി ഉണ്ട് കേട്ടോ ഇന്ന്. അതും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏകദേശം പരിപാടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കേട്ടോ. പിന്നെ വലിയ പരിപാടിയൊന്നുമില്ല. പിന്നെ നാളെ ബോർഡർ ക്രോസ് ചെയ്യാൻ പറ്റില്ല. കാരണം അവർ പറഞ്ഞത് രാവിലെ 8 മണിക്ക് ഓപ്പൺ ആവും, എന്നിട്ട് 12 മണിക്ക് ക്ലോസ് ചെയ്യും, 1 മണിക്കൂർ അവർക്ക് ബ്രേക്ക്. അതിനുശേഷം 2 മണിക്ക് ഓപ്പൺ ചെയ്യും, എന്നിട്ട് 2:30 വീണ്ടും പൂട്ടും. അങ്ങനെ പോലും അവരുടെ സെറ്റപ്പ്. അതായത് ബീച്ചിങ് ടൈമാണ് അവർ ഫോളോ ചെയ്യുന്നതെന്ന് കേട്ടോ പറഞ്ഞത്. അപ്പോൾ ഇനി മുതൽ ഞങ്ങൾ പൊക്കി പറയുന്ന വീഡിയോ ആയിരിക്കും കൂടുതലും. ഞങ്ങൾ നന്നായിട്ട് പൊക്കി പറയും, ഗൈസ്. എല്ലാവരും അത് കണ്ടോളൂ. അതെ, വഴിയൊന്നുമില്ല കേട്ടോ. അല്ലേ ഇനി മുതൽ നമ്മൾ പൊക്കിപ്പറക്കാരായിരിക്കും. അല്ലേ ഞങ്ങൾ അവിടെ തന്നെ ഉണ്ടാവും. പിന്നെ തിരിച്ചു വരാൻ പറ്റില്ല കേട്ടോ. അതുകൊണ്ട് പൊക്കിപ്പറക്കാരാവട്ടോ ഇനി ഞങ്ങള്. നേപ്പാളി ട്രഡീഷണൽ ആൾക്കാരുടെ അടുത്ത് എത്തിട്ടോ. बाइक कहाँ गया? बाइक वो कैंप साइड पे.
कौन सा कैंप? जड़ी बूटी ആ ഇതാന്ന് തോന്നുന്നു റോട്ടറി ക്ലബ്ബ്. എന്താ പറയുക, വലിയ വീട് കേട്ടോ, ഫുൾ ക്യാമറ ഒക്കെ ഉണ്ട്. വലിയ റോട്ടറി ക്ലബിൻ്റെ എന്തോ വലിയ സംഭവം തോന്നുന്നു കേട്ടോ. അടിപൊളി. ഒരു ഷാളിന് വേണ്ടിയാണോ പുള്ളി ഇവിടം വരെ വന്നേ? അടിപൊളി. നീ കീച്ചോടാ. ആ എന്തോ സാധനം കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. ഇതെന്നാണോ എന്താണെന്നറിയാം. ഓ ഗൈസ്, ഇവിടെ വന്നപ്പോഴത്തേനും പക്കാവട കിട്ടി, കൂണ് കിട്ടി, മധുരം കിട്ടി, എല്ലാ സാധനം കിട്ടിയില്ല. വെജ് മെമ്മോ, മറ്റേ ഇതിൻ്റെ സോസേജ്, ഇതും മധുരമുള്ള സാധനം. ഇതെന്നെ പക്കാവട. നല്ല വിശപ്പുണ്ടായിരുന്നു. ഇവിടെ ഞാനും കഴിക്കുന്നില്ല. ഇതിന് റെസ്റ്റോറൻറ്റ് കയറി കീച്ച് കീച്ചാ വിശപ്പൊന്നും. അപ്പോൾ ഇതോ നമുക്ക് സ്റ്റാർട്ടറായിട്ട് ഇരിക്കും അല്ലേ? ബില്ല് കൊടുക്കണം. ആ വണ്ടി ശരിയാക്കേണ്ട പൈസ എത്ര? സെക്കൻഡ് വൺ വെഹിക്കിൾ റിപ്പയർ. വെഹിക്കിൾ റിപ്പയറിങ്. वेकल रिपेयर की थी एसी कंप्रेसर का बोल्ट हो रहा है ഇപ്പോൾ നിൽക്കാല്ലേ? देती है ഓ ഗായ്സ്, ഇതിൻ്റെ അകത്ത് നമുക്ക് 4500 ഇതിൻ്റെയും 2000 രൂപ വണ്ടി ശരിയാക്കിൻ്റെ അല്ലേ? ബില്ല് കൊടുത്തിട്ട് നമുക്ക് 1500 നമ്മുടെ ഫിനിഷായി അല്ലേ? ഫിനിഷായാലോ? മൊത്തം പൈസ ഉണ്ടെങ്കിൽ നാളെ ഇച്ചിരി എടുത്തിട്ട് പോവാം അല്ലേ? 15,000 കൊടുക്കണം. ചില്ലറ ഉണ്ട് അതിൻ്റെ അകത്ത് കൊടുക്കാം. ഇതിനകത്ത് 500 ചില്ലറ ഉണ്ട്. ഒരു കളർ പിടിച്ചൊരു പൈസ ഇല്ല അല്ലേ? കറക്റ്റല്ലേ? ഓക്കെ, താങ്ക് യു. ഓക്കെ. മോർണിംഗ് 6 बजे. ഓക്കെ, നിൽക്കാല്ലേ? താങ്ക് യു. താങ്ക് യു. so you already got the visa യാ ചൈന റെഡി. താങ്ക് യു. yeah welcome brother താങ്ക് യു. have a nice journey താങ്ക് യു. ഓക്കെ. ഓ ഗൈസ്, നമ്മുടെ അങ്ങനെ പൈസയും കൊടുത്ത് കാര്യങ്ങളൊക്കെ ഇന്ന് നമ്മളെ ഡ്രസ്സ്, പാത്രം എല്ലാ സാധനം എടുത്ത് വണ്ടി കയറ്റി നാളെ രാവിലെ 7 മണിക്ക് പോകാനുള്ള രീതിയിൽ റെഡിയായി നിൽക്കണം. അത് ഉറപ്പാണ്. നമുക്ക് ഇങ്ങോട്ട് പോവാം. പിന്നെ പിന്നെ? ഇവിടെ ചർച്ചയിൽ പങ്കെടുത്തിട്ട് നമുക്ക് അങ്ങോട്ട് പോവാം. പിന്നെ വണ്ടി കയറണ്ടല്ലോ. ഓക്കെ. പുള്ളി ഇങ്ങോട്ട് വരുവാ ഇല്ലെന്ന് ഇതല്ലേ? അവരെന്ത് ചെയ്യാന്നപ്പോ?